ഹായ് മച്ചന്മാരെ, ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോൻ്റെ പൂർണ്ണ രൂപമാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ റീലുണ്ട്, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഏകദേശം 13 മീറ്ററോളം ചെയ്തൊരു പ്രൊഫൈൽ ഡിസൈനാണ് കേട്ടോ. ഇത് വരുന്നത് നമ്മളെ കാലിക്കറ്റ് മാവൂര് എന്ന ലൊക്കേഷനിലാണ് കേട്ടോ വരുന്നത്. അങ്ങനെ വർക്ക് ഏകദേശം ഒരു ഫൈനൽ പ്ലാനൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ നീലം നൂല് വെച്ചിട്ട് എന്ത് ചെയ്തിട്ട് അങ്ങനെ സെറ്റാക്കുകയാണ്. അങ്ങനെ മാർക്ക് ചെയ്ത് ഓരോ ഭാഗങ്ങളും കറക്റ്റ് അളന്ന് മാർക്ക് ചെയ്യുക. പിന്നെ ഈ ഡിസൈന് പ്രത്യേക ഒരു അളവോ മാർക്കോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കിയത്. പിന്നെ ക്ലയൻറ്റിനും തന്നെ താല്പര്യം ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ടാവരുത്, ഒരു പ്രത്യേക ഒരു മോഡൽ ഉണ്ടാവരുത്, അങ്ങനെ ചെയ്ത ഡിസൈനാണ്. അപ്പോൾ അങ്ങനെ ഓണർ പ്ലാൻ പ്രകാരമാണ് നമ്മൾ ചെയ്തു കൊടുത്തത് ഇങ്ങനെ ഒരു ഡിസൈന്. പിന്നെ നമ്മളെ കൂടെ ഉള്ളത് ജാസിറാണ്. ജാസിർ കൊണ്ടോട്ടിക്കാരനാണ് കേട്ടോ, പുളിക്കൽക്കാരനാണ്. അങ്ങനെ ചാനൽ ഫിക്സ് ചെയ്ത് പുട്ടിയിലാണ് ചാനൽ ഫിക്സ് ചെയ്തത്. എല്ലാ ചാനൽ ഫിക്സിങ്ങും കഴിഞ്ഞതിന് ശേഷം പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഇതിലേക്ക് വരുന്നത്. അങ്ങനെ പുട്ടിയിട്ട് എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് ഓവറായിട്ട് വരുന്ന പോർഷനുകളൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ സൈറ്റ് വിടുന്നത്. അല്ലെങ്കിൽ പിറ്റേ ദിവസം ചെന്നാൽ പിന്നെ എന്തുണ്ടാവും, നമുക്ക് തുടക്കാനോ മാറ്റാനോ ഒന്നിനും കഴിയൂല, പിന്നെ വലിയ ഇടങ്ങാറായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഇന്ന് തന്നെ തുടച്ച് ക്ലീനാക്കി ചെയ്യുന്നത്. പിന്നെ ഈ ലാസ്റ്റ് പീസ് വെക്കണത് കണ്ടില്ലേ, ഒരു ചാനൽ വരുന്നത് 2 മീറ്ററാണ് ചാനൽ വരുന്നത്. ആ ചാനലിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞതിന് പിന്നെ ശേഷം 1 മീറ്ററും 3/4 മീറ്ററൊക്കെ ചിലയിടത്തൊക്കെ നമുക്ക് അധികം വരും. ഈ ലെങ്ത്തിന് വ്യത്യാസം പല ലെങ്ത്തല്ല ഉണ്ടാവുക. ആ കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നത്, ലെങ്ത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പം പിന്നെ ഇവിടെ വന്നത് ഏകദേശം 1/2 മീറ്ററാണ്. പിന്നെ എന്താണ് ഈ ഔട്ടർ ഇടുന്നതെന്ന് വെച്ചാൽ ആ 2 ജോയിൻറ്റുകൾ തമ്മിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ടറിൽ ജോയിൻറ്റ് കയറ്റി വെക്കുന്നത്. എന്നാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2ാമത്തെ ദിവസമാണ് ഇത് നമ്മൾ സ്ട്രിപ്പ് ഒട്ടിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ സ്ട്രിപ്പ് ഒട്ടിക്കുന്ന നമ്മൾ അതിൻ്റെ ഔട്ടർ ഒട്ടിക്കുമ്പോൾ ഔട്ടറിന് വേണ്ടി കട്ട് ചെയ്യാൻ മേടിച്ച കട്ടിങ് പ്ലെയറാണ് കേട്ടത്. സംഭവം അടിപൊളിയാണ്. അത് ഉപയോഗിച്ചൊന്ന് ശീലമായ സംഭവം വളരെ എളുപ്പമായിരിക്കും നമുക്ക് ചെയ്ത് തീർക്കാൻ. കട്ടിങ്ങൊക്കെ ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മളെല്ലാ ഏരിയയിലും ഓരോ ചാനലിലും പ്രത്യേകം കണക്ഷൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുക, ലൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലായിടത്തും ഒരേ ബ്രൈറ്റ് ആയിരിക്കും കേട്ടോ കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അങ്ങനെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സെറ്റാക്കാൻ കഴിയും. പിന്നെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ്സിന് ഒരു കുറവുണ്ടാവില്ല. പിന്നെ ഏകദേശം ആ ഡിസൈൻ നമ്മൾ കട്ട് ചെയ്ത് ഔട്ടറൊക്കെ ഇട്ട് വന്നപ്പോൾ അതിന് കുറച്ച് നേരം ലേറ്റായി നിന്നാലും നമ്മൾ ലൈറ്റ് അടിപൊളിയാക്കിന് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 18 mm പ്രൊഫൈൽ ചാനലാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ വീതി ഉണ്ടാവും. 16 ബേസ് ചെയ്ത് കുറച്ച് അളവിൻ്റെ വ്യത്യാസം അതിലും ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും സംഭവം കളറാക്കി ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു. ക്ലയൻറ്റും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ക്ലയൻറ്റ് ആദ്യം പറഞ്ഞതാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിസൈൻ ചെയ്തത്. ഞങ്ങൾക്ക് കുറേ ഫോട്ടോ അയച്ചു തന്നിട്ട് അതിലൊന്നും മൂപ്പരെന്ത് ചെയ്തില്ല, ഒരു സംതൃപ്തി കാണിച്ചില്ല. അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് പിന്നെ നമ്മൾ ചെയ്തപ്പോൾ മൂപ്പര് ഓക്കെ എന്ന് പറഞ്ഞത്. എന്നാലും സംഭവം അടിപൊളിയാക്കാൻ കഴിഞ്ഞ്.